അപ്പൊ ഹിജ്റ എന്ന് പറയുമ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. അതൊരു തമാശ കളിക്കേണ്ട കാര്യമല്ല. ചില സ്ഥലത്ത് ഹിജ്റ നിർബന്ധമായി മാറും. അത് ചിലപ്പോ രാജ്യം വിടുന്നത് മാത്രമല്ല. ഇപ്പൊ നബി മക്കയിൽ നിന്ന് പോയത് മദീനയിലേക്ക്. ഇന്ന് മക്കയും മദീനയും ഒറ്റ രാജ്യമാണ്. അന്ന് മക്ക വേറെ രാജ്യമാണ്, മദീന വേറെ രാജ്യമാണ്. ഇന്ന് രണ്ടും ഒറ്റ രാജ്യമായി മാറി. അപ്പൊ ഇന്ന് മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോയാൽ ഹിജ്റയായിട്ട് കൂട്ടുവെച്ചാലോ? അപ്പൊ രാജ്യാതിഥ്യം മാറുന്നതിനനുസരിച്ച് ഹിജ്റന്റെ ബൗണ്ടറി മാറുമോ? അതൊക്കെ വിഷയം. അപ്പൊ എപ്പോഴാണ് ഒരു രാജ്യം എന്ന് പറയുക? ഇപ്പൊ ഈ കേരളം, ഇപ്പോഴത്തെ കേരളം ഒറ്റ സംസ്ഥാനമായത്. പഴയ കാലത്ത് കേരളം ഒരുപാട് കൊച്ചു കൊച്ചു നാട്ട് രാജ്യങ്ങളായിരുന്നു. ഇന്ത്യ 500 ചില്ലാനം കൊച്ചു നാട് രാജ്യങ്ങൾ ചേർന്നാണ് ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ. അതേപോലെ പാകിസ്ഥാൻ ഇതിന്റെ ഭാഗമായിരുന്നു. അത് പിന്നെ വേറെ പോയി. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ പാകിസ്ഥാനിലേക്ക് പോയ ഹിജ്റയാവോ? അന്ന് പോയ ഹിജ്റയാവോ? അപ്പൊ നമ്മൾ ഈ ബൗണ്ടറി മാറുന്നതിനനുസരിച്ച് ഹിജ്റയുടെ കൺസെപ്റ്റ് മാറുമോ? അതൊക്കെ ഇതിൽ ഒരുപാട് ചർച്ചാ വിഷയങ്ങളാണ്. അല്ലാതെ ഹിജ്റ പോകുക എന്നാൽ ഇന്ത്യയിൽ പോകാൻ അർത്ഥം ഉണ്ടായിക്കോളും. ചിലപ്പോൾ കേരളത്തിൽ നിന്ന് പോയാൽ ഹിജ്റ ആവും, ചിലപ്പോൾ മലപ്പുറത്ത് നിന്ന് മാറി വേങ്ങര പോയി താമസിച്ചാലും ചിലപ്പോൾ ഹിജ്റ ആവും ചെയ്യും.